പ്രിയപ്പെട്ട പ്രേക്ഷകർ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്ത തൃശ്ശൂർ നഗരത്തിൽ ആന ഇടഞ്ഞ് പരിഭ്രാന്തി പടർത്തുന്നു എന്നുള്ളതാണ്. ടൗൺ ഹാളിന് മുന്നിലെ കാറും ഓട്ടോയും തകർത്തു. ലെവിൻ കെ വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. ലെവിന് എന്താ സാഹചര്യം? എന്താ സേതു, ആന ഇടഞ്ഞു. ആന ഒരു കാറും ഓട്ടോയും തകർത്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ കൺട്രോളാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തൃശൂർ ടൗൺ ഹാളിന് മുന്നിൽ അല്പസമയങ്ങൾക്ക് മുൻപാണ് രാവിലെ 9 മണിയോടുകൂടിയാണ് ആന ഇടഞ്ഞതും. മറ്റൊരു സ്ഥലത്ത് ഉത്സവത്തിനെത്തിച്ച ആനയെ ടൗൺ ഹാളിന് സമീപത്ത് തളച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ആന ഇടഞ്ഞത്. അതിനുശേഷം ആളുകൾക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആന അവിടെ നിന്നും ഇറങ്ങി റോഡിലൂടെ നടന്ന് റോഡിൽ കണ്ട വാഹനങ്ങൾ 2 തകർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആനയുടെ പാപ്പാന്മാരും ഒക്കെയുണ്ട്. ആനയെ നിയന്ത്രിക്കാനായി എന്നുള്ളതാണ് ഇവർ അറിയിക്കുന്നത്. രാവിലെ സമയമായതുകൊണ്ടും റോഡിൽ വലിയ തിരക്കില്ലാതിരുന്നത് കൊണ്ടും വലിയ അത്യാഹിതങ്ങൾ ഒഴിവായി. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് ആന നശിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ആന ഇടഞ്ഞത് എന്നുള്ള സാഹചര്യങ്ങൾ അടക്കം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ആനയുടെ പേര് വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കിയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ നഗരത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് ആന ഇടഞ്ഞിട്ടുണ്ടെന്നുള്ള നിർദ്ദേശവും മറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് തൃശൂർ ടൗൺ ഹാളിന് മുന്നിലേക്ക് അധികം ആളുകൾ വാഹനങ്ങളുമായി എത്തേണ്ടതുള്ള നിയന്ത്രണം കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ വാഹനം പോലീസ് തടഞ്ഞിട്ടുമുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആനയെ നിയന്ത്രിക്കാനായി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശരി ലെവിൻ, ശരി. ഓക്കെ. അപ്പം